ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒളിമ്പ്യാഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ പോയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അവിടെ ഇതെല്ലാം ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹയർ ലെവലായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഒളിമ്പ്യാഡ്സും അതുപോലെ തന്നെ ജെഇ നീറ്റൊക്കെ പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന സയൻസ് ആൻഡ് മാത്തിലെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്റ്റോൺ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 25 meter per second ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. It hits the ground after some time with a velocity of 90 meter per second. The total time taken by the stone during this journey is. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു ടവറിൻ്റെ മേലെ നിന്നും ഒരാൾ ഒരു സർട്ടൺ ഇനീഷ്യൽ സ്പീഡ് കൊടുത്ത് ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിയുന്നു. സോ നാച്ചുറലി ആ സ്റ്റോൺ ഒരു സർട്ടൺ ഹൈറ്റ് വരെ പോകുകയുള്ളൂ, മാക്സിമം ഹൈറ്റ് വരെ പോകുകയുള്ളൂ. ഗ്രാവിറ്റേഷൻ താഴേക്കുള്ളത് കൊണ്ട് തന്നെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കുള്ളത് കൊണ്ട് തന്നെ സ്റ്റോൺ ഒരു മാക്സിമം ഹൈറ്റ് പോയിട്ട് തിരിച്ച് താഴേക്ക് വരും. അങ്ങനെ ഏറ്റവും താഴെ, അത് ടവറിൽ നിന്ന് പോയിട്ട് ഏറ്റവും താഴെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റിയാണ് ഇവിടെ 90 meter per second എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ എൻ്റയർ ജേണിയുടെ ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ഒബ്വിയസ്ലി ഇതൊരു ഡയറക്റ്റ് ചോദ്യമല്ല. നമുക്ക് ഏതെങ്കിലും രണ്ട് വാല്യൂസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ ഒന്നും ആൻസർ കിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കാൻ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫിസിക്സിലെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിൽഡിംഗ് ഞാനിത് അവിടെ ആദ്യം വരക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു ടവർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ ടവർ ഞാനിത് അവിടെ ആദ്യം ഇമാജിൻ ചെയ്തു. എന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഈ സ്റ്റോൺ ഇതാ ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ത്രോ ചെയ്യാണ് വെർട്ടിക്കലി അപ്വേർഡായിട്ട്. ഇനീഷ്യൽ സ്പീഡ് എത്ര കൊടുക്കുന്നുണ്ട്, 25 meter per second കൊടുത്തിട്ടാണ് നമ്മൾ എറിയുന്നത്. അങ്ങനെ ഈ എറിഞ്ഞിട്ട് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് പോയിട്ട് തിരിച്ച് ഗ്രൗണ്ട് വരെ എത്തും. അങ്ങനെ ഗ്രൗണ്ടിൽ എത്തുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റിയാണ് 90 meter per second. അപ്പോൾ ഈ ഒരു ജേണിയിൽ ത്രൂ ഔട്ട് ആയിട്ട് ഈ സ്റ്റോണിന് എന്തുണ്ടാവും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. G = 9.8 വേണ്ട, എത്രയാണ് എടുക്കാൻ പറഞ്ഞത്, 9.8ന് പകരം ക്വസ്റ്റ്യനിൽ ഇതാ 10 ആയിട്ടാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 9th നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. എന്നാലാണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു പോയിന്റിൽ നിന്നും, ഗ്രൗണ്ട് ആവട്ടെ ഒരു ടവറിൻ്റെ ടോപ്പിലാവട്ടെ, നമ്മളൊരു സ്റ്റോണ് മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ എറിഞ്ഞ പോയിന്റിൽ നിന്നും മാക്സിമം ഹൈറ്റ് വരെ പോകാൻ എടുക്കുന്ന ടൈം നമ്മൾ ടൈം ഓഫ് അസെൻഡ് എന്ന് വിളിക്കും. മുകളിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം, അതേ ടൈം എടുത്തുകൊണ്ട് തന്നെയാണ് ആ സ്റ്റോണ് സെയിം ലെവലിലേക്ക് ഇറങ്ങി വരുന്നത്. എന്ന് വെച്ചാൽ ഈ ടവറിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു, അത് അതിൻ്റെ മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സെയിം ടൈം തന്നെയാണ് തിരിച്ച് ആ ടവറിൻ്റെ അതേ ലെവലിലേക്ക്, അതേ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്നത്. ഈ രണ്ട് ടൈമും സെയിം ആയിരിക്കും. അതിന് നമ്മൾ ആക്ച്വലി ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്, ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആണ് വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക്. ഇവിടുന്ന് മേലെ എത്താൻ എത്ര ടൈം എടുക്കും, അതേ ടൈം കൊണ്ട് തന്നെ തിരിച്ച് ഇവിടെ എത്തുക, ബിൽഡിങ്ങിൻ്റെ അതേ ലെവലിലെത്തുക. അപ്പോൾ നമ്മളിവിടെ ആകെ എന്തായിരിക്കും ചെയ്യേണ്ടി വരുന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ത്രോ ചെയ്യുന്ന സമയം മുതൽ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, മാക്സിമം ഹൈറ്റിലെത്താൻ എടുക്കുന്ന സമയം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, T1 എന്ന് വിളിക്കാം. അതേ T1 സമയം എടുത്തുകൊണ്ട് തന്നെയാണ് ഇത് താഴേക്ക് ഇറങ്ങിയിട്ട് ഇതാ ബിൽഡിങ്ങിൻ്റെ സെയിം ലെവലിലേക്ക് എത്തുക. അത് രണ്ടും ആഡ് ചെയ്താൽ അത്രയും സമയം കിട്ടി. പിന്നെ ബാക്കി എന്താ ഉള്ളത്, ഈ പോയിന്റിൽ നിന്നും ഗ്രൗണ്ട് വരെ വരുന്ന ടൈം എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലുള്ള ടൈം കിട്ടും. അതിന് ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ഇൻഫർമേഷനും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് വേറൊന്നുമല്ല, അഗെയിൻ മറ്റൊരു കാര്യം, ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് സ്പീഡിലാണോ ഒരു സ്റ്റോണ് മുകളിലേക്ക് എറിയുന്നത്, അത് തിരിച്ച് അതേ പൊസിഷനിലെത്തുമ്പം സെയിം സ്പീഡാണ് ഉണ്ടായിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളൊരു പെർട്ടിക്കുലർ സ്പീഡിൽ ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിൽ പോയി തിരിച്ച് താഴെ എത്തുമ്പോൾ അതേ സ്പീഡ് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ മറ്റ് എയർ റെസിസ്റ്റൻസും മറ്റ് കാര്യങ്ങളൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% അതേ സ്പീഡിൽ തന്നെ അത് തിരിച്ചെത്തും. സോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എക്സ്ട്രാ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് കുട്ടികൾക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അറിയേണ്ടത്. അതിലൊന്ന്, ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ 25 meter per second ഒരു സ്റ്റോൺ ത്രോ ചെയ്താൽ, ടോപ്പ് ഓഫ് ദ ടവറിൽ നിന്ന് ത്രോ ചെയ്താൽ അത് ഏറ്റവും മുകളിൽ പോയി തിരിച്ച് അതേ ലെവലിൽ എത്തുമ്പോൾ സെയിം 25 meter per second സ്പീഡ് തന്നെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? റെഡി ആണല്ലോ? അപ്പം ഫുൾ സെറ്റപ്പായി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ T1 എങ്ങനെ കണ്ടുപിടിക്കും, ഇതാണ് ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ടാസ്ക്.
T1 എങ്ങനെ കണ്ടുപിടിക്കും? T1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ നോക്കുക എന്തൊക്കെയാണുള്ളത്. ഇനീഷ്യൽ സ്പീഡ് നമുക്കറിയാം. മാക്സിമം ഹൈറ്റിൽ എത്തി നിൽക്കുമ്പോഴുള്ള സ്പീഡ് എത്രയായിരിക്കും? മാക്സിമം ഹൈറ്റിൽ എത്തി നിൽക്കുമ്പോഴുള്ള സ്പീഡ് ഓൾറെഡി നിങ്ങൾക്കറിയാം 0 ആണ്. ഏതൊരു ഒബ്ജക്റ്റും നമ്മൾ വെർട്ടിക്കലി അപ്വേർഡായിട്ട് ത്രോ ചെയ്താൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി 0 ആയിട്ടുണ്ടാകും. റെഡിയാണല്ലോ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം യൂസ് ചെയ്താൽ മതി? ഇനീഷ്യൽ സ്പീഡ് അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി 25 മീറ്റർ/സെക്കൻഡ് ആണെന്ന് അറിയാം, ഫൈനൽ സ്പീഡ് അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയാം. ഇനി ഇനീഷ്യൽ സ്പീഡ് നമ്മൾ ഒരു വെക്ടറാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടറാണ്, അത് മുകളിലേക്കാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. സോ മുകളിലേക്ക് പോകുന്ന സമയത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വെക്ടേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ പഠിച്ച ആളുകൾക്കറിയാം -10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മളിതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. സോ -10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ എന്താണ്? ടൈമാണ്. അപ്പോൾ ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത ടൈം കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. V = U + AT ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. 0 = 25 - 10 × T എന്ന് കിട്ടും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 25 = 10 × T എന്ന് കിട്ടും. ടൈം = 25 / 10 or 2.5 സെക്കൻഡ്സ് എന്ന് കിട്ടും. സോ T1ൻ്റെ വാല്യൂ 2.5 സെക്കൻഡ്സ് ആണ്. എന്തായിരുന്നു T1? ടോപ്പ് ഓഫ് ദ ടവറിൽ നിന്നും ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് പോകാൻ എടുക്കുന്ന സമയമാണ് 2.5 സെക്കൻഡ്സ് അഥവാ T1. ഇനി ഏറ്റവും മാക്സിമം ഹൈറ്റിൽ നിന്ന് തിരിച്ച് ആ ടവറിൻ്റെ അതേ ലെവലിലേക്ക് എത്താൻ എത്ര സമയം കൂടെ എടുക്കും? സെയിം 2.5 സെക്കൻഡ്സ് തന്നെ എടുക്കും. മനസ്സിലായോ? മുകളിലേക്ക് പോകാൻ എടുക്കുന്ന 2.5 സെക്കൻഡ്സ് തന്നെ തിരിച്ച് ടവറിൻ്റെ അതേ പൊസിഷനിലെത്താൻ അഗെയിൻ 2.5 സെക്കൻഡ്സ് തന്നെയാണ് എടുക്കുക. ക്ലിയർ ആണോ? റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് T1 എന്ന് പറയുന്നത് 2.5 ഇവിടെ കിട്ടി, ആയിക്കോട്ടെ, ഫൈൻ, ദാറ്റ് ഇസ് ഫൈൻ. സോ ടൈം ടേക്കൺ ഫ്രം, നമുക്ക് ഈ പോയിന്റ്സുകൾക്കൊക്കെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. സോ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മാക്സിമം പൊസിഷൻ B വരെ എത്തി, തിരിച്ച് A വരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ്, എയിലൂടെ തന്നെയാണ് തിരിച്ച് പാസ് ചെയ്യുക. ആൻഡ് ഫൈനലി C ആണ് ഗ്രൗണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതാൻ പോവാണ് ടൈം ഫോർ A to B to A എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എയിൽ നിന്ന് B വരെ പോയിട്ട് തിരിച്ച് A വരെ എത്താൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 2.5ൻ്റെ ഡബിൾ ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ദിസ് ഇസ് 5 സെക്കൻഡ്സ്. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റോണ് ടോപ്പ് ഓഫ് ദ ടവറിൽ നിന്ന് പോയിട്ട് തിരിച്ച് ടവറിൻ്റെ അതേ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് T2 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് T2 എന്ന് പറയുന്നത് എന്താ? T2 എന്ന് പറയുന്നത് റിട്ടേൺ ജേർണിയിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് സ്റ്റോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലെവലിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് വേണ്ടത്. അവിടുത്തെ ഇനീഷ്യൽ സ്പീഡ് എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടുത്തെ ഇനീഷ്യൽ സ്പീഡ് എത്രയായിരിക്കും? ഇത് കണ്ടോ? അതായത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് റിട്ടേൺ ജേർണിയിലാണ്, A എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് ഉള്ളത്. അവിടുത്തെ സ്പീഡ് ഞാൻ എന്താ പറഞ്ഞു? 25 മീറ്റർ/സെക്കൻഡ് തന്നെ ആയിരിക്കും. നിങ്ങൾ ഏത് സ്പീഡിലാണോ എറിഞ്ഞത് അതേ സ്പീഡിൽ തന്നെയാണ് താഴേക്ക് സെയിം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവുക. സോ അവിടുത്തെ ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഫൈനൽ സ്പീഡ് ഏറ്റവും താഴെ C എന്ന് പറയുന്ന ഗ്രൗണ്ടിലെത്തുമ്പോഴുള്ള ഫൈനൽ സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 90 മീറ്റർ/സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ അറിയാലോ, ഡൗൺവേർഡ് ജേർണിയാണ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മൾ +10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എടുത്താൽ മതി. അണ്ടർസ്റ്റുഡ്? കാരണം എന്താ? ഡൗൺവേർഡ് ജേർണി ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്താൽ മതി, ഈസിയാണ്. V = U + AT അപ്ലൈ ചെയ്യാം. V എന്ന് പറയുന്നത് എത്രയാണ്? V 90 ആണ്. സോ 90 = U എത്രയാണ്? 25 + 10 × T ആണ്. ഓക്കെ, അപ്പോൾ 90 - 25 ആണ് 10 × T എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ? 90 - 25 എത്രയാണ്? 65/10. T അല്ലെങ്കിൽ T2 എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? 6.5 സെക്കൻഡ്സ് ആണ്. സോ ടോട്ടൽ ടൈം = എത്ര വരും? അപ്പം T1ഉം T2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 + 6.5 11.5 സെക്കൻഡ്സ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ടോപ്പ് ഓഫ് ദ ടവറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, 2.5 സെക്കൻഡ്സ് കൊണ്ട് അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുന്നു. അനദർ 2.5 സെക്കൻഡ്സ് എടുത്തുകൊണ്ട് ത്രോ ചെയ്ത് അതേ ലെവലിൽ തിരിച്ചെത്തുന്നു. വീണ്ടും ഒരു 6.5 സെക്കൻഡ്സ് എടുത്തുകൊണ്ട് അത് ഗ്രൗണ്ടിലെത്തുന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 11.5 സെക്കൻഡ്സ് ആണ് ഈ ഹോൾ ജേർണിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ, ഓപ്ഷൻ കറക്റ്റായിട്ട് ഓപ്ഷൻ D 11.5 സെക്കൻഡ്സ് അവിടെ ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും ആദ്യമായിട്ട് കാണുമ്പോൾ ഒളിമ്പിയാഡ് എക്സാമിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ തന്നെ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരിക്കലും ഒരു സ്കൂൾ ലെവലിൽ നിന്നാലോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ലെവലിൽ നിന്നാലോ നമുക്കൊരിക്കലും ഈ ഒരു ലെവലിലേക്ക് ഒരു സ്റ്റുഡൻറ്റിനും മേലേക്ക് പോകാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള സയൻസിലും മാത്തിലും നല്ല ഫൗണ്ടേഷൻ വേണം. ഇതുപോലെ ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ലോജിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ XY ലേണിങ്ങിൻ്റെ ഈ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂളിൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻസിന് അവർ പഠിക്കുന്ന ചാപ്റ്റേഴ്സിലെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക, കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൂടെ നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് XY ലേണിങ്ങിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ സീരീസുമായിട്ട് നമ്മുടെ ബാക്കി എല്ലാ ടീച്ചേഴ്സും ബാക്കി എല്ലാ സബ്ജക്ട്സും നിങ്ങളുടെ മുന്നിലെത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒളിമ്പിയാഡ്സ് ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ക്ലാസ്മേറ്റ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായോ, സൊല്യൂഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.